ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിക്കുപുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പോയി കിട്ടും. ഓക്കെ, ഫസ്റ്റ് റിൻസിന്റെ കൂടെ നമുക്കിപ്പം എന്ത് ചെയ്യാം? നടന്മാരൊക്കെ എന്തിനു വേണ്ടി അക്ഷരത്തുള്ളമ്മ ഏതെങ്കിലും അക്ഷരം പറയണം. ആ അക്ഷരത്തുള്ളമ്മ നടന്മാരെ പേര് 5 അക്ഷരം പറയട്ടെ. ഹാ വരണ. ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ ഉണ്ട്, അടിച്ചു നോക്കിയാൽ യൂട്യൂബില് അതില്. പിന്നെ ഹരികൃഷ്ണൻ അവിടെ ഹരികൃഷ്ണൻ നടവുണ്ട്, കാണിച്ചു തരണോ? വേണ്ട, പറഞ്ഞ ഞാൻ നോക്കിക്കോളാം. അടുത്തത് പറയുന്ന ആൾക്ക് അറിയണം. നീ പറയേ, സമയം പോകും. ഒന്നും കൂടെ പറഞ്ഞാലും മതി. ഹരി. നീ ആവശ്യമില്ലാത്ത ഹാ പറഞ്ഞ പേര് പറഞ്ഞ നടന്മാരുടെ പേരാണ് ഞാൻ ചോദിച്ചത്. ഒന്നും കൂടെ പറഞ്ഞാൽ മതി. ഓക്കെ, സമ്മതിച്ചു. ഒന്നും കൂടെ പറഞ്ഞാൽ പറയാം. ടിക് ടിക് വൺ. ഹരിശ്രീ അശോകൻ. അടുത്തത് ഞാൻ പറയും. യദുകൃഷ്ണ. അങ്ങനെ ഉണ്ടാ അങ്ങനെയൊക്കെ ചോദിച്ച ഒരു നടന്നില്ല, ഒറ്റ നടൻ പറഞ്ഞാൽ മതിയാ. ടിക് ടിക് 1, ടിക് ടിക് 2, യദുകൃഷ്ണൻ പറഞ്ഞല്ലോ. ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5. യാഷ് 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 യാഷ്. അത് നമ്മുടെ KGF യാഷ്. അത് പോട്ടെ, അത് പോട്ടെ. ഓ പിന്നെ ഒന്നും പറ്റിയില്ല. അടുത്തത് ആദ്യം ഇൻഷ്യൽ വരണ ഒരു നടി. KPSC എടുത്തത്. അത് KPSC ഇൻഷ്യൽ അല്ല, എന്തായാലും വന്നല്ലോ. അതിന് ഉദ്ദേശിച്ചത് അതിന് ഉദ്ദേശിച്ചത് ഇൻഷ്യലല്ല. അത് വേണ്ടടി, വേണ്ട, അത് മതിയടി. അടുത്തത് MA തുടങ്ങുന്ന 3 നടിമാരാ. മീനാക്ഷി, മീരാനന്ദൻ, മീന. അതൊക്കെ പോട്ടെ, ഞാൻ എളുപ്പമുള്ള തന്നു. അതുപോലെ എളുപ്പമുള്ള കാണും. പേരെന്തായിരുന്നു? ഫായിൽ വരണ ഒരു നടിയുടെ പേര്. ഫായ ഫാത്തിമ. നടിയാണ്. ഫാത്തിമയുടെ ഫാണ്ട തന്നെ. പതാക്ക. അല്ല, ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5. കഴിഞ്ഞു. പറയട്ടെ. ഫിലോമിന. അടുത്തത് 2020 സിനിമയിൽ അഭിനയിച്ചതും എന്നാൽ ഇന്ന് ജീവനോടെ ഇല്ലാത്തതുമായ നടന്മാർ. ജീവനോടെ ഇല്ലാത്തതാ 3 പേര്. 3 പേരൊക്കെ മരിച്ചാ? നടിമാരായിരുന്നു. നടിയും നടനും ഉൾപ്പെടെ 3 പേര്. ഒറ്റ ആരെയോ ഒരാളെ കിട്ടി. ഒരാളെ KPSC-കാരുണ്ടാവും. പൊന്നമ്മ, കവിയൂർ പൊന്നമ്മ ഉണ്ട്. KPSC-ക്കാരായിട്ട്
അത് ആരായിട്ട് ഇല്ല. കബീർ പൊന്നമ്മ ഒരാൾ പറയണം, ഒരാൾ കൂടെ. ഒരാളെന്ന് ആരാ? പറഞ്ഞു, മൂന്ന് പേര്, ഒരാളെന്ന് മൂന്ന് പേര്, മൂന്ന് പേര്. പറ്റില്ല, ഞാൻ ആദ്യം ഒരാളെന്ന് മൂന്ന് പേര്. ഒരാളെന്ന് പിന്നെ പറഞ്ഞേ 3 പേര്. പൊന്നമ്മ പറഞ്ഞു. കഴിഞ്ഞു. സുകുമാരി അമ്മ. ആരും മനസ്സിൽ പലോചിക്കണം. അത് ആരുണ്ടായിരുന്നു ആലോചിച്ചില്ല. ഇല്ലായിരുന്നെടി. ഉണ്ടായിരുന്നു കാവ്യമ്മ വിചാരായിട്ട്. ആ ശരിയാണ് ശരി. കുസുമ്പട്ടെ തന്നെ ജോഡിയായിട്ട് കല്യാണം കഴിച്ചില്ലേ അതിലുള്ള 3 കപ്പിൾസ്. സൂര്യ ജ്യോതിക. മലയാളം പറ. സൂര്യ ജ്യോതിക പോട്ടെ. അടുത്തത് നമ്മുടെ അപ്പൊ അഞ്ച് പറയണം. മനോജ് കെ ജയനും സംയുക്ത വർമ്മ. അതൊക്കെ അത് വരില്ല. അന്ന് മനോജ് ജയിനല്ല. അപ്പൊ അല്ല, മനോജ് കെ ജയനില്ല. മറ്റേ നമ്മുടെ ബിജു മേനോൻ. ബിജു മേനോൻ. ഡിവോഴ്സ് ആയി പറ്റില്ലേ? ഇപ്പൊ ദിലീപും കാവ്യം മാധവനും. പിന്നെ പിന്നെ ജയറാമും പാർവതി. പിന്നെ വിനുമോഹന്റെ വൈഫ്. വിനുമോഹന്റെ ഒരു ഫാമിലിയുടെ കൂടെ ചുമ്മാ പറയൂ. വിനുമോഹന്റെ വൈഫ് സിനിമയുള്ളതാണ്. പിന്നെ പോട്ടെ, അത് പോട്ടെ, പോട്ടെ. ഇന്ദ്രജിത്തും പൂർണ്ണയും. അടുത്തത് അപ്പൊ ഞാനല്ലേ ഒരുമിച്ച് അഭിനയിച്ച് പിരിഞ്ഞ നടീമടന്മാർ 2 മതിയോ? 2 പോലെ. എനിക്കറിയാം, ഞാൻ പറഞ്ഞു. പിന്നെ 5 നിനക്കറിയാലേ? എനിക്കറിയാം. ദിലീപും മഞ്ജുവാര്യം, മനോജ് ജെയിനും റോഷി. തീർന്നു. പിന്നത് പിരിഞ്ഞത് പിരിഞ്ഞത് ബാലി അമൃത പാട്ടാണ്. ഇന്ത്യൻ സിനിമ. അഭിനയിക്കണം. മുകേഷും സരിതയും. പിന്നെ ഈ നമ്മുടെ വിനുമോഹന്റെ അമ്മാവ ഉണ്ടല്ലോ. എനിക്ക് നേരത്തെ വിനുമോഹന്റെ ഭാര്യ, വിനുമോഹന്റെ അമ്മാവൻ. വിനുമോഹന്റെ മറ്റേ നമ്മളെ ദുഷ്ട കഥാപാത്രം വില്ലൻ. അതേക്ക് പേരുടെ മലയാളി തന്നെയാണ്. എനിക്ക് പറഞ്ഞു എന്റെ പേര് എവിടെ നമ്മളെ പറ്റി പണ്ടത്തെ സിനിമകളിലൊക്കെ നമ്മുടെ കുഞ്ഞിക്കോനല്ല ദുഷ്ടമുണ്ടല്ലോ, ചുവന്ന കണ്ടക്കൊണ്ട ആളെ മനസ്സിലായ. ഇപ്പൊ വേറെ ആരാണ് കഴിച്ചില്ലേ? അവരാദ്യം പറയും അതൊരു ഒരു ഒരു സ്ത്രീ ഒരു സ്ത്രീ. നമ്മൾ ഗോസിപ്പ് പറഞ്ഞോടാ, അതുകൊണ്ട് നമുക്ക് അറിഞ്ഞൂടാ. ഓക്കെ, തീർന്നു. നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കുറെ തെറ്റുകളാണ്. നമ്മുടെ തെറ്റുകളൊക്കെ പുറത്ത് തരില്ല. അപ്പൊ നല്ലൊരു വീഡിയോ വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.